ഹായ് ഓൾ, എല്ലാവർക്കും ജെഫ്സ് ഹോംലി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ്. ഒരു ചൈനീസ് കൊറിയൻ റെസിപ്പിയാണ്. സോസ് ഇവിടെ ചേർക്കുന്നുണ്ടെങ്കിലും നമ്മൾ അധികം സോസ് ഒന്നും ചേർക്കാതെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 6-7 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ, അത് വളരെ തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെ പകുതി, അതും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചിക്കൻ ഇവിടെ എടുത്തേക്കുന്നത് 2 ചിക്കൻ തൈസ് ആണ്. അത് ബോൺലെസ് ആയിട്ട് ചെറുതായിട്ട് പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ ചുക്കുപൊടി ഇല്ലെങ്കിൽ ഇഞ്ചി അരച്ച് ചേർത്താലും മതിയാവും, 1/2 ടീസ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ അരിപ്പൊടി, ഒരു മുട്ടയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. സോയാ സോസിന് ആവശ്യത്തിന് ഉപ്പുണ്ടാകും, അതുകൊണ്ട് വേറെ ഉപ്പ് ഇപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. ഇനി നമുക്ക് ആ വെളുത്തുള്ളിയും സ്പ്രിംഗ് ഒനിയനൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ചില്ലി ഓയിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാനാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നോൺ സ്റ്റിക്ക് ആക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റി ആദ്യം വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി ഏകദേശം 1 മിനിറ്റ് ഒന്ന് വഴട്ടുക. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരും. ആ സമയത്ത് സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർക്കുക. സ്പ്രിംഗ് ഒനിയൻ ചേർത്ത ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക, അല്ലെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ കരിഞ്ഞു പോകും. സ്പ്രിംഗ് ഒനിയൻ്റെ നിറം ഇതുപോലെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും സ്പ്രിംഗ് ഒനിയനും കൂടെ കോരി മാറ്റാവുന്നതാണ്. ഇത് കോരി മാറ്റിയതിന് ശേഷം ചില്ലി ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഓയിലിലോട്ട് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് കാണാം ഓയിലിൻ്റെ നിറമൊക്കെ മാറി ഒരു റെഡിഷ് കളറായി വരുന്നത്. ഈ ഓയിലിന് അത്യാവശ്യം എരിവും മുളകിൻ്റെ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഫ്ലേവറും ഉണ്ടാകും. ഇനി നമുക്ക് ഈ ഓയിലൊന്ന് അരിച്ച് മാറ്റാം. അരിച്ച് മാറ്റിയതിന് ശേഷം ഓയിൽ മാറ്റി വെക്കാം. നമുക്കിത് പിന്നീട് ഉപയോഗിക്കാനുള്ളതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അത് ഈ സെയിം പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കുക. ഓയിൽ ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. മാക്സിമം 2 സൈഡും കൂടെ 2 മിനിറ്റ് മതിയാവുമെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. ഇനിയിപ്പോൾ ചിക്കൻ ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കുക. 1 മിനിറ്റ് കഴിയുമ്പം നമുക്ക് മറിച്ചിട്ട് അടുത്ത സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ചിക്കൻ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ കോരി മാറ്റി ബാക്കി ബാച്ചും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു 5-6 കാഷ്യൂനട്ടും കൂടെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കളർ മാറേണ്ട, ഒന്ന് ബ്രൗണിഷ് കളറായി വരുന്നവരെ കാഷ്യൂനട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് കോരി മാറ്റാം. ഇനിയുള്ള കുക്കിംഗ് എല്ലാം ഹൈ ഫ്ലെയിമിലാണ്. നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത പാനും ആ ഓയിലും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ക്വയറായിട്ട് മുറിച്ചതിട്ട് ഒന്ന് വഴട്ടിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റ് വഴട്ടുക. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ചേർത്ത് 1 മിനിറ്റും കൂടെ രണ്ടും കൂടെ വഴട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇവിടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഫ്ലെയിം ഹൈയിൽ തന്നെ ആയിരിക്കണം. ചിക്കൻ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സ്പ്രിംഗ് ഒനിയനും കാഷ്യൂനട്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ 1 മിനിറ്റും കൂടെ ഹൈ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഗാർലിക് ചില്ലി ഓയിലും കൂടെ ചേർത്ത് നല്ലൊരു മിക്സ് കഴിയുമ്പം നല്ല രുചികരമായിട്ടുള്ള ഗാർലിക് ചില്ലി ഓയിൽ ചിക്കൻ റെഡി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഗാർലിക് ചില്ലി ഓയിൽ ചിക്കൻ ഒരു സ്റ്റാർട്ടറായിട്ടാണെങ്കിലും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്.
ഈ ഗാർലിക്കൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഗാർലിക്കിൻ്റെ ഒരു ചെറിയ ഫ്ലേവറും അതുപോലെ തന്നെ ആ ചില്ലിയുടെ ചെറിയൊരു ഫ്ലേവറും എരിവും എല്ലാം കൂടെ ചേർന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്.